രേവതി തിരികെ സച്ചിക്കരികെ മാപ്പിനായിക്കാണ് രേവതി. ചെമ്പനീർ പൂവ് ഒരു കിടിലൻ പ്രൊമോയാണെന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതി ആ ഒരു പശ്ചാത്താപത്തോടു കൂടി തിരികെ നമ്മുടെ സച്ചിയുടെ വീട്ടിൽ വരുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ മാപ്പ് പറയുന്നുണ്ട്, താൻ ചെയ്തത് തെറ്റായിപ്പോയി, അച്ഛൻ ചെയ്തതൊന്നും താൻ ഓർക്കാതെ അതൊന്നും താൻ വകവയ്ക്കാതെയാണ് താൻ തൻ്റെ ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാണെന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അച്ഛനിങ്ങനെ പറയുന്നുണ്ട്, സാരിയില്ല, സ്വന്തം അച്ഛനോട് മക്കൾ ആ ഒരു സ്വാതന്ത്ര്യം കൂടുതൽ, ആ ഒരു ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വഴക്കിടുന്നത്, അത് സാധാരണമാണെന്ന് ഇങ്ങനെ അച്ഛനും പറഞ്ഞ് ഇങ്ങനെ ഒരു സോൾവായി പോകുന്നൊരു രംഗം തന്നെയായിരുന്നു നമ്മുടെ എപ്പിസോഡ് എന്തെങ്കിലും. പിന്നീട് ശേഷം നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചിയുടെ മുറിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ബാഗ് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ആഹാ ഇതാര്, രേവതി തമ്പുരാട്ടിയോ, ഇല്ലത്തു നിന്നും പോയ പോക്ക് കണ്ടപ്പോൾ നാം കരുതി ഇങ്ങോട്ട് തിരികെ വരില്ല എന്നാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് രാഖി പറയുന്നൊരു കളിയാക്കി, രേവതിയെ കളിയാക്കി തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ രേവതി അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. ശേഷം നമ്മുടെ രവീന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നതായിട്ട് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ രേവതിയെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രുതിക്ക് ചേർന്നൊരു പെണ്ണ് തന്നെയാണല്ലോ രവിയേട്ട, ഇതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സച്ചി ആകെ ദേഷ്യം പെട്ട് ഇങ്ങനെ തിരിച്ച് മറുപടി പറയുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് അവസാനം കാണിക്കുന്നത്. നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവൻ മുഹൂർത്ത സമയത്ത് മുങ്ങിയവനാ, ഞാനാണ് പിന്നീട് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു രംഗത്തോടെയാണ് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി സച്ചി രേവതിക്ക് തുണയാകുമോ? ഇനി പോകെയുള്ള എപ്പിസോഡിൽ രേവതിയുടെ മനസ്സ് മനസ്സിലാക്കാൻ സച്ചിക്കും, സച്ചിയെ മനസ്സിലാക്കാൻ രേവതിക്കും സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഇരുവരുടെയും ആ ഒരു പ്രണയ നിമിഷം നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.